കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഈ ക്യാമ്പിൻ്റെ ഈ മൂന്നാമത്തെ ദിവസം ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം അറിയിക്കുന്നു. നമ്മളുടെ മുൻപിൽ സമയം അധികമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ടോപ്പിക്ക് എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്നലെ കർത്താവിൻ്റെ വിലയേറിയദാസൻ പാസ്റ്റർ KV സാമുവൽ ക്വയറ്റ് ടൈമിനെക്കുറിച്ച് സംസാരിച്ചു. അത് ഇന്നലെ താൻ ഓർപ്പിച്ചതുപോലെ സമയത്തിന് വളരെ പരിമിതികളും പരിധിയും ഉണ്ടായിരുന്നത് കൊണ്ട് മുഴുവനായിട്ട് അദ്ദേഹത്തിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇന്ന് അതിനെ തുടർന്ന് കുറച്ച് കാര്യങ്ങൾ ഓർപ്പിക്കുകയും ഇന്ന് ക്വയറ്റ് ടൈം നിങ്ങൾ ചെയ്യാൻ പോകുകയും കൂടിയാണ്. നിങ്ങൾ ചെയ്യും, നമുക്കൊരുമിച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ക്വയറ്റ് ടൈം ചെയ്യേണ്ടതെന്നുള്ളത്. വർഷങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ തുടർന്ന് വരുന്നൊരു കാര്യമാണ്. ഇതെന്നെ സമൂലമായി മാറ്റിയ ഒരു കാര്യവുമാണ്. പ്രാർത്ഥനയേക്കാൾ, ഉപവാസ പ്രാർത്ഥനകളേക്കാൾ, മെസ്സേജ് കേൾക്കുന്നതിനേക്കാൾ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത് ക്വയറ്റ് ടൈമാണ്. എന്താണ് ക്വയറ്റ് ടൈം? ക്വയറ്റ് ടൈമിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം നിശബ്ദ സമയമെന്നാണ്. അതിനെ കുറച്ചും കൂടെ മീനിങ് ഫുള്ളായിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിശബ്ദ ധ്യാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. നിശബ്ദമായ ധ്യാനം, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏകാന്ത ധ്യാനം. ഏകാന്ത ധ്യാനത്തിൽ നാം ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, അത് നിശബ്ദമായി, ഏകാന്തമായി, വളരെ സൈലൻ്റായിട്ടെന്ന് പറയാൻ പറ്റുന്ന, അതിനേക്കാൾ അപ്പുറത്ത് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നാം ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്വയറ്റ് ടൈം. എന്താണ് അതിൻ്റെ പ്രസക്തി? ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ, ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ഇതെപ്പോഴും നാം മനസ്സിലാക്കണം. കുറേ ചടങ്ങുകളും കുറേ ആചാരങ്ങളും നിരത്തി വെച്ച് മറ്റുള്ള ക്രിസ്തീയ വിഭാഗങ്ങൾ ഇതര മതങ്ങൾ ചെയ്യുന്നത് പോലെ ഒരു ദൈവത്തോടുള്ള സമീപനമല്ല ക്രിസ്ത്യാനിത്വം. പക്ഷേ ഇപ്പോൾ അതൊക്കെ നമുക്കിപ്പോൾ അങ്ങനെയൊക്കെയാണ് മിക്കവാറും. കുറച്ച് ചടങ്ങും കുറച്ച് കാര്യങ്ങളും അത് വെച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് നാം കരുതുമ്പോൾ ക്രിസ്ത്യാനിത്വം അതല്ല. അത് ദൈവത്തോട് ക്രിസ്തുവിലൂടെയുള്ള ബന്ധമാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ അത് കുറച്ചും കൂടെ മീനിങ് ഫുള്ളായിട്ട് മാറും. ബന്ധങ്ങൾ നിലനിൽക്കുന്നത് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നത് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. അത് അടുത്ത് ഒരുമിച്ച് താമസിക്കുമ്പോൾ ആ ബന്ധം വളരെ വർദ്ധിക്കും. വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ മറ്റ് ദൂരദേശങ്ങളിലേക്ക് ജോലിക്കൊക്കെ പോകാനായിട്ട് നിർബന്ധിതരാകുന്ന പാർട്ട്ണർ കുറേ കാലങ്ങൾ കൊണ്ടൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ പരസ്പരം. എങ്കിലും ഫോണിൽ കൂടെയും എഴുത്തുകളിലൂടെയും ഇമെയിലൂടെയും ഒക്കെ ബന്ധം വളരുമെങ്കിലും അടുപ്പം, സാമീപ്യം, പ്രസൻസ് അത് ഭയങ്കരമായിട്ട് ബന്ധത്തെ സ്വാധീനിക്കുന്നുള്ളതാണ് കാര്യം നാം മനസ്സിലാക്കണം. ഡിസ്റ്റർബൻസസ്, ശല്യങ്ങൾ, ഇടയ്ക്ക് ഹഡിൽസ് ഇല്ലാതിരിക്കുമ്പോൾ ബന്ധം വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ക്വയറ്റ് ടൈമിൽ ദൈവവുമായിട്ടുള്ള ബന്ധം കുറച്ചും കൂടെ ആഴമായി നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ് ഇൻ എൻ എൻവയോൺമെൻറ്റ് ദർ ഇസ് നോ മച്ച് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു കുറച്ച് സമയം ദൈവവുമായിട്ട് മുഖാമുഖം കാണുന്നതാണ് ക്വയറ്റ് ടൈം എന്ന് പറയുന്നത്. അതിന് നേട്ടങ്ങളുമുണ്ട്. ഈ ക്വയറ്റ് ടൈം കൊണ്ട് ദൈവവുമായിട്ട് അഗാധമായൊരു ബന്ധം അത് വളർന്നുകൊണ്ടേയിരിക്കും. ആ ബന്ധം ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ ആഴമുള്ളതായിട്ട് മാറും. ആ സമയം അതാണ് വേണ്ടത്. എന്തൊക്കെ ചടങ്ങുകൾ ചെയ്താലും, എന്തൊക്കെ നാം ദൈവത്തിന് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞാലും ഒരു കാര്യം നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അഗാധമാകുന്നില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം അത്ര മീനിങ് ഫുള്ളൊന്നും ആകത്തില്ല. ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ളത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, അതിൽ നാം വളരുക, അതിൻ്റെ ആഴങ്ങൾ വർദ്ധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ ക്വയറ്റ് ടൈം കൊണ്ട് നമുക്ക് നമ്മളുടെ പിഴവുകൾ മനസ്സിലാക്കി തിരുത്താനുള്ള സമയമാണ്. മിക്കവാറും നമ്മുടെ കുഴപ്പം, നമുക്ക് ഒരു കുറവുമില്ല നമ്മൾ ചിന്തിക്കുന്നത്. മറ്റുള്ളവർക്ക് ആ കുഴപ്പം മുഴുവൻ ഞാൻ വളരെ പെർഫെക്റ്റാണ്. അത് മാറാനായിട്ട് ക്വയറ്റ് ടൈം വളരെ സഹായിക്കും. നേരെ ആ കൺസെപ്റ്റ് മാറി ഞാൻ കുറവുള്ളവനാണെന്നുള്ളൊരു ബോധ്യം എനിക്കെപ്പോഴും ഉണ്ടാകും. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ക്വയറ്റ് ടൈം നമ്മളെ കൂടുതൽ എളിമയുള്ളവരാക്കും, നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചു തരുന്നത് കൊണ്ട്. കുറവുകൾ ഉണ്ടെന്ന് എൻ്റെ മനസ്സെന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ അഹങ്കരിക്കാൻ പറ്റും? ഞാൻ എത്ര ദൈവത്തിൻ്റെ സ്ഥലം എത്ര നിസ്സാരനാണ് തോന്നിക്കഴിയുമ്പോൾ എനിക്ക് എങ്ങനെ ഗർവത്തോടെ ദൈവസ്ഥലം നിൽക്കാനായിട്ട് പറ്റും? അതുകൊണ്ട് പിഴവുകൾ മനസ്സിലാക്കി തിരുത്തുവാനുള്ള അവസരമാണ് ക്വയറ്റ് ടൈം എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട്
പല കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് മേടിക്കാനൊക്കെ താല്പര്യമുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അത് ശരിയല്ലെങ്കിൽ പോലും. ഇവിടെ ദൈവത്തിന് നമ്മോട് മനസ്സ് തുറക്കാനുള്ള സമയമാണ്. ദൈവത്തിന് നമ്മോട് മനസ്സ് തുറക്കാനുള്ള സമയമാണ് ക്വയറ്റ് ടൈം. നമ്മൾ കാര്യമായിട്ട് അങ്ങോട്ടൊന്നും പറയുന്നില്ല. ദൈവം നമുക്ക് നമ്മോട് സംസാരിക്കാൻ നമ്മൾ അവസരം കൊടുക്കുകയാണ്. കേൾക്കുവാനായിട്ട് സമയം കൊടുക്കണം. ഒരിക്കലെ തമാശ രൂപേണ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു കോർട്ടിലെ ഒരു ഭാര്യ ഡൈവേഴ്സിന് അപ്ലൈ ചെയ്തു. അവസാനം ന്യായാധിപൻ രണ്ടുപേരെയും വിളിച്ച് നിർത്തിയിട്ട് ചോദിച്ചു, എന്താണ് കാര്യം? ആ ഭാര്യ പറഞ്ഞു, ഈ മനുഷ്യൻ 10-20 വർഷമായിട്ട് എന്നോട് സംസാരിച്ചിട്ടേ ഇല്ല, കേട്ട ഉടനെ ന്യായാധിപൻ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡൈവേഴ്സ് ഗ്രാൻറ്റഡ്, അങ്ങനെ ജീവിക്കാനും പറ്റത്തൊന്നുമില്ല. അപ്പം ആ മനുഷ്യൻ പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സാർ, നീ ഒന്നും പറയണ്ട, ഈ പറഞ്ഞത് ശരിയാണോ? പറഞ്ഞത് ശരിയാണ് എന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഇനി വേറെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, ഡൈവേഴ്സ് ഗ്രാൻറ്റ് ചെയ്യാൻ പോവുകയാണ്. പറഞ്ഞു, സോ ഒരു ഒറ്റ കാര്യം പറഞ്ഞോളാം പറഞ്ഞു, കഴിഞ്ഞ ഈ 25 വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളൊന്ന് നിർത്തിയിട്ട് വേണമല്ലോ എനിക്കത് സംസാരിക്കാൻ. തമാശയാണത്, അല്പം ഹ്യൂമറസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം. ദൈവത്തിൻ്റെ മുമ്പിലും ഇത് തന്നെയാണ് പ്രശ്നം. നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ദൈവത്തിന് എന്തൊക്കെയോ പറയാനുണ്ട്, അത് കേൾക്കാൻ നമുക്ക് സമയമൊന്നുമില്ല. അത് ക്വയറ്റ് ടൈമിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ദൈവത്തിന് നമ്മുടെ മനസ്സ് തുറക്കാൻ നാം സമയം കൊടുക്കുകയാണ്. അടുത്തതായിട്ട് സ്വയമായ സമർപ്പണത്തിന് ഒരു സമയമാണത്. ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ആരും കാണുന്നില്ല. ഞായറാഴ്ച നമ്മുടെ സീനിയർ പാസ്റ്റർ ബാബു ജോൺ കൈ ഉയർത്താൻ പറയുമ്പോൾ നമുക്ക് എല്ലാവരും കാണുമല്ലോ എന്നൊക്കെ വിചാരിച്ച് മടി കാണും. അല്ലെ ദേവദാസ സ്റ്റേജിൽ നിന്ന് ഒരു സമർപ്പണത്തിനൊരു ആഹ്വാനം തരുമ്പോൾ നമുക്കൊരു ഒരു ചളിപ്പൊക്കെ കാണും. എല്ലാവരുടെയും മുമ്പിൽ എങ്ങനെയാണ് എഴുന്നേറ്റ് നീക്കുന്നതെന്നൊക്കെ തോന്നും. ഇതില്ലല്ലോ, നമ്മൾ ഒറ്റയ്ക്കാണ്. ദൈവത്തിന് സമർപ്പിക്കാനോ എഴുന്നേറ്റ് നിൽക്കാനോ മുട്ടുകുത്താനോ കമട് വീണാനോ ഒക്കെയുള്ള സമയവും സാഹചര്യവും ഇവിടെ ഉണ്ടായിരിക്കും. എപ്പോഴാണ് ക്വയറ്റ് ടൈം ചെയ്യാൻ ഏറ്റവും നല്ല സമയം? അത് രാവിലെ തന്നെയാണെന്നാണ് പറയുന്നത്. കാരണം ഏറ്റവും ഫ്രഷ് ആയിരിക്കും നമ്മുടെ മനസ്സ്, മറ്റ് ഡിസ്റ്റർബൻസുകളൊന്നും ഉണ്ടാവില്ല. സങ്കീർത്തനം 5:3 സങ്കീർത്തനം 5:3 നമുക്ക് വായിക്കാം. In the morning, Lord, you hear my voice. In the morning, I lay my request before you and wait expectantly. വായിക്കാം. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുകയാണ്. കാരണം രാവിലെ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഒന്നാമത്തെ കാര്യം, ഈ സമയം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ദൈവത്തെ നാം കാണുകയാണ്. എൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം, അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ മോർണിംഗ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഡിസ്റ്റർബൻസ് കുറവായിരിക്കും, മറ്റുള്ള ലോകത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റുകളിലേക്ക് നമ്മൾ പോയിട്ടില്ല, മറ്റൊരു കാര്യവും നമ്മളെ സ്വാധീനിക്കാൻ തുടങ്ങിയിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴത്തേനും അവിടുന്ന് ഫോൺ കോൾ വരും, ഇവിടുന്ന് ഫോൺ കോൾ വരും, കൂട്ടുകാരോട് സംസാരിക്കേണ്ടതായിട്ട് ഓഫീസിലെ കാര്യങ്ങൾ വരും. ഇതതില്ല, തുടങ്ങുകയാണ്, ഒരു ഫ്രഷ് തുടക്കമാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് ഏറെക്കുറെ ശാന്തമായിരിക്കും. എവിടെയാണ് നമ്മളത് ചെയ്യേണ്ടത്? ഒരു ക്വയറ്റായിട്ടുള്ള പ്ലേസ്. നാട്ടുമ്പുറങ്ങളിലൊക്കെ ആണെങ്കിൽ പലരും ദേവദാസന്മാർ പുറത്ത് പോയിരുന്ന് ഏകാന്തമായി മരത്തിൻ്റെ ചുവട്ടിലൊക്കെ പോയി ചെയ്യാറുണ്ട്, വളരെ നല്ലതാണ്. നമ്മുടെ എറണാകുളത്തൊക്കെ അത് പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ, അകത്താണെങ്കിലും പുറത്താണെങ്കിലും, ഒറ്റയ്ക്ക് നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാൻ പറ്റുന്ന സ്ഥലം, നമ്മൾ വായിക്കാനിരിക്കുന്ന മേശയോ നമ്മുടെ ഡൈനിങ് ടേബിളോ എവിടെയാണെങ്കിലും നിശബ്ദമായി ഒരിടം നമുക്ക് അതിനുവേണ്ടി കണ്ടെത്തണം. ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൽ തന്നെയാണ് ഞാൻ സാധാരണ ബൈബിളുമായിട്ടിരിക്കാറുള്ളത്. ഈ സമയത്ത് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു ഇടമായിരിക്കണം അത്. യേശുവിൻ്റെ മാതൃക നമ്മൾ വായിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലാണ്. അവൻ ക്വയറ്റ് ടൈം ചെയ്തിരുന്നു, രാത്രിയിലും അതിരാവിലെയും. അത് ക്രൈസ്റ്റിനെ കുറിച്ചുള്ള സ്റ്റഡികളിലെല്ലാം തെളിഞ്ഞു കാണുന്നൊരു കാര്യം. 1-ാമത്തെ അധ്യായത്തിൻ്റെ മർക്കോസിൻ്റെ സുവിശേഷം 35, 36, 37 വാക്യങ്ങൾ വായിക്കാം. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ശീമോനും കൂടെയുള്ളവരും അവൻ്റെ പിന്നാലെ ചെന്ന് അവനെ കണ്ടപ്പോൾ, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. മതി. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു. കർത്താവിന് വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിലും പ്രാർത്ഥിക്കാവുന്നേ ഉള്ളൂ. പലയിടങ്ങളിൽ നാം കാണുന്ന ഏകാന്തതയിലേക്ക് മാറിപ്പോയി. അവൻ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ട് അവൻ മാറിപ്പോയി പ്രാർത്ഥിക്കും. അവൻ ഏകാന്തമായി, ആരുമില്ലാതെ, അവിടെ വാക്കുകളുടെ അതിൻ്റെ ഡെക്കറേഷൻസ് ഒന്നും വേണ്ട. ആ പ്രാർത്ഥനയിൽ ആരും കേൾക്കുന്നില്ല. ഉന്നതനും ഉയർന്നവനും പരിശുദ്ധനും ശാശ്വതവാസി എന്നൊന്നും പറയണ്ട. അപ്പ എന്ന് നേരിട്ട് വേണേൽ വിളിക്കാം, ഡാഡി എന്ന് വിളിക്കാം, അപ്പച്ച എന്ന് വിളിക്കാം, എൻ്റെ പൊന്നു കർത്താവ് എന്ന് വിളിക്കാം, എൻ്റെ ഉടയവനെ എന്ന് വിളിക്കാം, എനിക്ക് എന്ത് വിളിക്കാം. ഏകാന്തമാണ്, നീ ഏകനാണ്,
നിൻ്റെ മനസ്സ് തുറന്ന് ദൈവത്തോട് സംസാരിക്കാം. അധികാലത്ത് ഇരുട്ടോടെ ഒരു നിർജ്ജന പ്രദേശത്ത് ചെന്നവൻ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഒരു പ്ലേസ് ഇപ്പോൾ തന്നെ മനസ്സിൽ കണ്ടുവയ്ക്കണം. ഈ ഒരു ക്വയറ്റ് ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് ക്വയറ്റ് ടൈമിൻ്റെ സ്റ്റെപ്പുകളെ കുറിച്ച് പറയാം. ഒന്നാമതായിട്ട് ഒരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. കൊച്ചു പ്രിപ്പറേഷൻ. ഒന്നാമത്തെ പ്രിപ്പറേഷൻ മൊബൈൽ തൊടാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. നമുക്കറിയാമല്ലോ, ഇന്ന് മൊബൈൽ ഇല്ലാതെ ബുദ്ധിമുട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ തുറന്നു കഴിഞ്ഞാൽ കണ്ടമാനം കമ്മ്യൂണിക്കേഷനായി, എമർജൻസിയായി. എനിക്കും രാവിലെ പറ്റാറില്ല. ക്വയറ്റ് ഈ പ്രാർത്ഥിക്കാനായിട്ട് ബൈബിൾ എടുക്കുന്നതിന് മുൻപ് എന്തെങ്കിലും എമർജൻസി ആയിട്ട് ആരും രാത്രി മെസ്സേജ് അയച്ചിട്ടുണ്ടോ നോക്കാൻ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു തള്ളൽ കാണും മനസ്സിൽ. തുറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. ഉടനെ അടുത്ത മെസ്സേജിലേക്ക് നോക്കുക. അടുത്ത് മൊബൈൽ തൊടുന്നതിന് മുമ്പ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് മൊബൈലൊക്കെ ഉപയോഗിക്കാം, വാട്സാപ്പും ഫേസ്ബുക്കൊക്കെ തുറക്കാം. പക്ഷേ അതിന് മുമ്പായിരിക്കണം ഇത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഹൃദയം ഒന്ന് ശാന്തമാക്കണം. ശാന്തമായൊരു അന്തരീക്ഷം വളരെ ആവശ്യമാണ്. മനസ്സ് വളരെ ശാന്തമാക്കണം. ഒരു ചെറിയൊരു സോങ് പാടാം. ഫുള്ളൊന്നും പാടണമെന്നില്ല. അത് തീ പോലെ ഇറങ്ങണമേ എന്നുള്ള പാട്ടൊന്നും പാടില്ല. അത് പിന്നെ പാടാം. ഈ ആഞ്ഞു കുത്തുന്ന പാട്ടുകൾ അപ്പോൾ പാടല്ലേ. അതൊക്കെ നമുക്ക് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. വളരെ ശാന്തമായിട്ട് നമുക്ക് പാടാം. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നോട് ഛായയിൽ സൃഷ്ടിച്ചു പാടാം. വളരെ നല്ല പാട്ടാണ്. അതുപോലെ ഇഷ്ടംപോലെ നമുക്ക് പാടണമല്ലോ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ. വളരെ ശാന്തമായിട്ടുള്ള പാട്ടുകൾ. ഒരു സ്റ്റാൻസൊക്കെ പാടിയാൽ മതി, 2 സ്റ്റാൻസ്. അത് നമ്മുടെ ആഗ്രഹം പോലെ, നമ്മുടെ സമയം പോലെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാകും. ചിലർ ചിന്തിക്കാറുണ്ട് ആ സമയത്ത് ഇങ്ങനെ നിശ്ചലമായി കിടക്കുന്ന തടാകത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. അതൊന്ന് മനസ്സൊന്ന് ശാന്തമാക്കാനാണ്. കാരണം നമ്മുടെ മനസ്സിലെ എല്ലാ ഡിസ്റ്റർബൻസുകളും നമ്മൾ മാറ്റുകയാണ്. കുറച്ച് സമയം, ഒരു 30 സെക്കൻഡ് മതി, 45 സെക്കൻഡ് മതി. മനസ്സ് കഴിയുന്നത് നമ്മളെ ശാന്തമാക്കണം. അതൊരു കൊച്ചു പ്രാർത്ഥന. തമ്പുരാനെ, നീ ഇന്ന് എന്നോട് സംസാരിക്കണം. എൻ്റെ ഹൃദയത്തോടെ നീ വാസ്തവമായി എന്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നോ അത് ഞാൻ വായിക്കാൻ പോകുന്ന പാസേജിലൂടെ നീ എന്നോട് സംസാരിക്കണം. എന്നിട്ട് നാം പാസേജ് എടുക്കണം. അത് തുടർമാനമായിട്ടുള്ള ഭാഗങ്ങൾ വായിക്കുന്നത് നല്ലതാണെങ്കിലും ഒരുപക്ഷെ സുവിശേഷങ്ങളായിരിക്കാം കുറച്ചും കൂടെ ക്രിസ്തുവിൻ്റെ വാക്കുകൾ കൂടെ നമുക്ക് ആദ്യം ഒക്കെ ചെയ്യുമ്പം മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാനിപ്പോൾ ബൈബിളിലെ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള ഭാഗങ്ങൾ തുടർമാനമായിട്ട് വായിച്ചു. അത് വായിക്കുമ്പം ചിലപ്പം അഹരോൻ്റെ കുപ്പായത്തിലെ അലങ്കാരങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. കാരണം അത് റിലവൻ്റ് അല്ലല്ലോ എന്ന് പക്ഷേ തോന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കതും ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ട സങ്കീർത്തനങ്ങൾ നല്ലതാണ്. സുവിശേഷങ്ങളാണ് ഏറ്റവും നല്ലത്. സുവിശേഷങ്ങളാണെന്നുണ്ടെങ്കിലും മത്തായി സുവിശേഷം 1-ാം അധ്യായം യേശു ക്രിസ്തുവിൻ്റെ, അബ്രഹാമിൻ്റെ മകനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്നതിന് ശേഷമുള്ള വംശാവലി വേണമെങ്കിൽ വിട്ടോ തൽക്കാലത്തേക്ക്, മെഡിറ്റേഷൻ്റെ സമയത്ത് മാത്രം. കാരണം അത് വായിച്ച് അതിനകത്ത് മെഡിറ്റേറ്റ് ചെയ്യേണ്ട ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ഇന്നയാളെ ജനിപ്പിച്ചു എന്ന് പറയുന്നത് നമുക്ക് മെഡിറ്റേഷൻ്റെ സമയത്ത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒറ്റ ഗ്ലാൻസിൽ നോക്കിയിട്ട് അത് വിട്ട് ബാക്കി ഭാഗങ്ങൾ ധ്യാനിക്കാൻ വയ്ക്കുക. അതിൻ്റെ അർത്ഥം ദൈവവചനമല്ല എന്നുള്ളത് കൊണ്ടല്ല, നമ്മുടെ പർപ്പസ് രാവിലെ ധ്യാനമാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വായിക്കുന്നൊരു, ഇന്നലെ കർത്താവിൻ ദാസൻ കെ.വി. സാമുവൽ ഓർപ്പിച്ചതുപോലെ 10-20 വാക്കുകൾ ധാരാളം മതിയാവും. 10 വാക്യങ്ങൾ ധാരാളം മതി. ഞാൻ 10 വാക്യമാണ് സാധാരണ വായിക്കുന്നത്. 10 വാക്യങ്ങൾ ധാരാളം മതി. അതൊരു നല്ലൊരു എമൗണ്ട് ഓഫ് റീഡിംഗ് ആണ്. അത് ധാരാളം മതിയാവും. 3 പ്രാവശ്യം വായിക്കണം. ഇന്നലെ ദേവദാസൻ വ്യക്തമായിട്ട് ഓർപ്പിച്ചാണ്. 3 പ്രാവശ്യം വായിക്കണം. പതുക്കെ വായിക്കണം. അതായത് കടത്ത് കഴിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, വായിക്കരുത്. വളരെ സ്ലോ ആയിട്ട് 3 പ്രാവശ്യം വായിക്കണം. എന്നിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം. ആദ്യമൊക്കെ ഇതിങ്ങനെ എഴുതി വെച്ച് ചോദിക്കേണ്ടി വരില്ല. പിന്നെ നമുക്കുള്ളിൽ തന്നെ തോന്നും ഈ വായനാ ഭാഗത്ത് ദൈവത്തോട് നന്ദി പറയാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ദൈവത്തിന് നന്ദി പറയാൻ. ആദ്യം ഒരു 2-3 മാസമൊക്കെ നമ്മളത് ചെയ്ത് കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യങ്ങളും എഴുതി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ വർഷങ്ങളോളം എഴുതി വെക്കുമായിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് വർഷങ്ങളോളം ഡയറികൾ ഞാൻ കീപ്പ് ചെയ്യുമായിരുന്നു. അത് എഴുതി വയ്ക്കും. എന്താണ് ദൈവത്തിന് നന്ദി പറയുവാനുള്ളത്. രണ്ടാമത്, ഈ വചനഭാഗത്ത് അനുസരിക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ, ഞാൻ അനുസരിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ആണെങ്കിലും നോട്ട് ചെയ്തെടുക്കാം. 6 ചോദ്യങ്ങളാണ്. ഒന്ന്, വായനാഭാഗത്തിന് നന്ദി പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ. രണ്ടാമത്, ഈ വായനാഭാഗത്ത് ഞാൻ അനുസരിക്കേണ്ടത്, ദൈവത്തിന് എന്നോട് ദൈവവചനവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ വായിക്കുന്ന ഭാഗത്തു നിന്ന് എൻ്റെ ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ. മൂന്നാമത്തത്, ഏതെങ്കിലും പാപങ്ങൾ, തെറ്റുകൾ ദൈവം എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ. ഈ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ കുറവുകളുടെ നേരെ ദൈവം വിരൽ ചൂണ്ടുന്നുണ്ടോ. മൂന്നാമത്തെ കാര്യം. നാലാമത്തത്, എനിക്ക് എന്തെങ്കിലും ദൈവിക വാഗ്ദത്തങ്ങൾ ഈ ഭാഗത്തുണ്ടോ. ഏതെങ്കിലും ഭാഗങ്ങൾ ദൈവം എന്നോട് വാഗ്ദാനമായി പറയുന്നുണ്ടോ. ഇത്രയും കാര്യങ്ങൾ ചോദിച്ചു. ഒന്നാമത്, ദൈവത്തിന് നന്ദി പറയാൻ എന്തെങ്കിലും ഉണ്ടോ, അനുസരിക്കേണ്ടത് എന്തെങ്കിലും ഉണ്ടോ, ഏറ്റു പറയേണ്ട പാപങ്ങൾ എന്തെങ്കിലും ദൈവം എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ടോ,
എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്തെങ്കിലും ഈ ഭാഗത്തുണ്ടോ? ഈ 4 ചോദ്യങ്ങൾ എഴുതി വെച്ച് തന്നെ ആദ്യം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കത് എഴുതി വയ്ക്കേണ്ടി വരില്ല, നമ്മുടെ മനസ്സിൽ തന്നെ ഇത് വരും, നമുക്ക് അത് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ധ്യാനിക്കുക എന്നുള്ളതാണ്. ധ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനം പല പ്രാവശ്യം വായിച്ചിട്ട് നിശബ്ദമായിരുന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ ശാന്തമായി നമ്മൾ വായിക്കുമ്പോൾ നമ്മളോട് ദൈവത്തിൻ്റെ വചനം ഇടപെടുവാനായിട്ട് തുടങ്ങും. മാത്രവുമല്ല, ചില കാര്യങ്ങൾ നമ്മൾ കാണാത്ത സത്യങ്ങൾ നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് തുറന്നു വരും. ബൈബിൾ എത്ര പ്രാവശ്യമുള്ള 1000 പ്രാവശ്യം വായിച്ചാലും 1001-ാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ്റെ സമയത്ത് ദൈവം വ്യക്തമായി പുതിയതായി നിങ്ങളോട് സംസാരിക്കും. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ പുതിയതായി എന്തെങ്കിലും കാര്യങ്ങൾ ദൈവം നമ്മുടെ മനസ്സിൽ കൊണ്ടു തരുമ്പോൾ അതിന് മുൻപിൽ ദൈവമേ നീ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് മനസ്സ് തുറന്നിരിക്കണം. അപ്പോൾ ദൈവം നമ്മളോട് വീണ്ടും ഇതുപോലെ കാര്യങ്ങൾ സംസാരിക്കും. എന്നാൽ ശബ്ദമൊന്നും കേൾക്കത്തില്ല. ശമൂവേലേ എന്ന് ശമൂവേലിൻ്റെ ചെവിയിൽ കേട്ടതുപോലെ കേട്ടു. പക്ഷെ നമ്മുടെ ഉള്ളിൽ തോന്നും, നമ്മുടെ ഉള്ളിൽ വ്യക്തമായിട്ട് തോന്നും, മനസ്സിലാകും ദൈവം എന്നോട് സംസാരിക്കുന്നു, ദൈവം എന്നോട് സംസാരിക്കുന്നു, ദൈവം എന്നോട് സംസാരിക്കുന്നു. ജീവിതത്തിൻ്റെ ക്രൈസിസിൽ പോലും ഒരു ചേഞ്ച്, ഒരു മാസീവ് ചേഞ്ച് വരുന്ന സമയത്ത് മെഡിറ്റേഷനിലൂടെ ദൈവം സംസാരിക്കും. ഞാൻ ഇന്ത്യയിൽ നിന്ന് ഒരിക്കലും പുറത്തു പോവുകയില്ല എന്ന് ചിന്തിച്ച് വാശി പിടിച്ച ഒരാളായിരുന്നു. ഒരു മെഡിറ്റേഷൻ്റെ സമയത്ത് ദൈവനോട് പറഞ്ഞു, നീ പുറത്തേക്ക് പോകും, കിരീത്തിലെത്തോട് വറ്റുകയാണ്, നീ സരഫാത്തിലേക്ക് പോയിക്കൊള്ളുക, നിന്നെ പുലർത്തേണ്ടതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. ആ വാക്യം പൊട്ട് മുൻപോട്ട് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, എന്താണിത് കാര്യം? ഇവിടെ തന്നെ ലോകത്തിൻ്റെ വേറൊരു ഭാഗത്തേക്ക് ദൈവം കൊണ്ടുപോയി. അവിടെ നിന്ന് 6 വർഷങ്ങൾക്ക് ശേഷം ഞാൻ റെസിഗ്നേഷൻ കൊടുത്ത് ഇവിടെ വന്ന് ദൈവവേലയുമായിട്ട് കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന അന്ന് രാവിലെ വർഷങ്ങൾക്ക് ശേഷം അതേ പാസേജ് 2-3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അതേ പാസേജ്, കിരീത്തത്തോട് വറ്റുകയാണ്, നീ സരഫാത്തിലേക്ക് പോയിക്കൊള്ളുക. അങ്ങനെയാണ് ആഫ്രിക്കയ്ക്ക് ഞാൻ പോയത്. ദൈവം നമ്മോട് സംസാരിക്കും, വ്യക്തമായി സംസാരിക്കും, വളരെ വ്യക്തമായി സംസാരിക്കും. ആ ഭാഗം വിട്ട് മുൻപോട്ട് പോകാൻ നമുക്ക് പറ്റത്തില്ല. അതാണ് മെഡിറ്റേഷൻ്റെ ഭാഗം എന്ന് പറയുന്നത്. നിശബ്ദമായിരുന്നാൽ മതി. ഒന്നും നിങ്ങളെന്താ പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഇല്ലാതെ ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുവാൻ വേണ്ടി, അവൻ സംസാരിക്കുവാൻ വേണ്ടി ഹൃദയം തുറന്നു വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ ആത്മാവിലേക്ക്, മനസ്സിലേക്ക് ആ വാക്യങ്ങളൊന്നും പതിയാൻ അനുവാദം കൊടുത്താൽ മതി. വായിച്ചിട്ട് ജസ്റ്റ് അത് ചിന്തിച്ചുകൊണ്ടിരിക്കുക, കുറച്ച് സമയം, സെക്കൻഡുകൾ മതി. അത് ആ കുറച്ച് സൈലൻസ്, കുറച്ച് സമയം നിശബ്ദമായി നമ്മളെ അതിനുവേണ്ടി വിട്ടുകൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തിൽ തിരുത്തേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ദൈവം പറയും, കുഞ്ഞേ ഇത് ശരിയല്ല, നീ ഇന്നലെ ഇന്നയാളോടെ മനസ്സിൽ പക വെച്ചുകൊണ്ടിരുന്നത് ശരിയല്ല, നിന്നെ അവൻ ഉപദ്രവിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ നിനക്കത് പറ്റില്ല. വളരെ വ്യക്തമായി ദൈവം നമ്മോട് സംസാരിക്കും. ആരും കേൾക്കാനില്ലല്ലോ, കവണ് വീണ് കരയാം, ഏറ്റു പറയാം, ഞാൻ ക്ഷമിച്ചോളാം കർത്താവേ, നീ എനിക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം, പറയാം. അതാണ് ഈ മെഡിറ്റേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതിന് സമയം നമ്മൾക്ക് ഉള്ളിൽ കൊടുക്കണം. ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ പ്രാർത്ഥന പെട്ടെന്ന് പറയാം. നമുക്കറിയാം ഏത് കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ മോഡൽ വേണമെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്നത് ചെയ്യാം. ആദ്യം ഒരു അഡോറേഷൻ, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തിന് നന്ദി പറയണം. ഒന്ന് പ്രൈസ്, താങ്ക്സ് ഗിവിങ്, രണ്ടും ഉണ്ട്. നമുക്ക് രണ്ടും കൂടെ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. പ്രൈസ് എന്ന് പറയുന്നത് എക്സോൾട്ട് ഹിം ഫോർ വാട്ട് ഹീ ഈസ്. ദൈവം ആരാണ് അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ഉന്നതനാണ് നീ, ഉയർന്നവനാണ്, ശാശ്വതവാസിയാണ്, പാപങ്ങളെ പൊറുക്കുന്നവനാണ്, എന്നെ അഗാധമായി സ്നേഹിക്കുന്നവനാണ്, നീ സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്, സർവജ്ഞനാണ്, അങ്ങയുടെ മഹാകരുണയുടെ മുൻപിൽ ഞാൻ ഒന്നുമില്ല ദൈവമേ, ഞാൻ തലവണക്കുന്നു. അതാണ് സ്തുതി എന്ന് പറയുന്നത്. താങ്ക്സ് ഗിവിങ് എന്ന് പറഞ്ഞാലല്ല, കർത്താവെ നീ എന്നെ രോഗത്തിൽ സൗഖ്യമാക്കിയതിനായി, എൻ്റെ ദുഃഖങ്ങളെ മാറ്റുന്നതിനായി, കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്ത അത്ഭുതങ്ങൾക്കായി, അനുഗ്രഹങ്ങൾക്കായി ഞാൻ നന്ദി പറയുന്നു. ഇത് രണ്ടും ആ സമയത്ത് പറയാം. അഡോറേഷൻ 1 മിനിറ്റ് മതി, ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ അഡോറേഷൻ. രണ്ടാമത് കൺഫെഷൻ. നേരത്തെ വായിച്ച ഭാഗത്ത് നിന്ന് നമ്മൾ പറയുകയാണ്, ഇനി എന്നെ കാര്യങ്ങൾ, എൻ്റെ കയ്യിൽ നിന്ന് തെറ്റുകൾ വന്നതാണ്, അങ്ങ് തമ്പുരാനെ നീ എന്നോട് പൊറുക്കണം എന്നുള്ള ഒരു കൺഫെഷൻ, ഒരു ഏറ്റുപറച്ചിൽ സംഭവിക്കണം. ഒന്നാമത് അഡോറേഷൻ, രണ്ടാമത് കൺഫെഷൻ, മൂന്നാമത് താങ്ക്സ് ഗിവിങ്, വീണ്ടും നന്ദി പറയാം. ഈ ഭാഗത്ത് നിന്ന് ദൈവനോട് സംസാരിക്കുന്നതിനെ ബേസ് ചെയ്ത് ദൈവത്തിന് നന്ദി പറയണം. നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ള കാര്യം. അടുത്ത സപ്ലിക്കേഷൻ. ഇനിയും നമുക്ക് നമേ തുടങ്ങാം. അതും അധികം വേണ്ട, കുറച്ച് വായിച്ച് കഴിയുമ്പോൾ, കുറച്ച് ധ്യാനിച്ച് കഴിയുമ്പോൾ മനസ്സിലാകും, ഞാൻ നമേ പറഞ്ഞില്ലെങ്കിലും എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം ധ്യാനിക്കാൻ പോകുന്ന ഭാഗം തൊട്ട് മുമ്പ് പറയുന്നുണ്ട്, ജാതികൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യരുത്, സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് എന്താവശ്യമെന്ന് നന്നായി അറിയുന്നു. നിശബ്ദ ധ്യാനത്തിൻ്റെ ആഴം വർദ്ധിക്കുമ്പോൾ നമേകൾ കുറയും. കാരണം പറയാതെ തന്നെ നാം പുലർത്തപ്പെടും. കാരണം ദൈവമായിട്ടുള്ള ബന്ധം നമുക്ക് കൂടുതൽ സ്വീറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സപ്ലിക്കേഷൻ എന്നാലും പറയാം,
ഇന്നൊരാവശ്യമുണ്ട്, കുഞ്ഞ് എക്സാമിന് പോകുന്ന ബുദ്ധിമുട്ടിലാണ്, ദൈവമേ സഹായിക്കണം, എൻ്റെ അപ്പൻ യാത്ര ചെയ്യുന്നു, എൻ്റെ അമ്മ യാത്ര ചെയ്യുകയാണ്, എൻ്റെ മോൾ അങ്ങനെ അവിടെയാണ്, അവർ ഇന്ന കാര്യം പ്രാർത്ഥിക്കും, ഒരു കുഴപ്പമില്ല, പറയാം. സപ്ലിക്കേഷൻ്റെ സമയം തന്നെയാണ്. പക്ഷേ ആ സമയത്ത് ദൈവത്തിലുള്ള ആശ്രയത്തോടു കൂടി നമുക്ക് അത് പറയുവാനും പിന്നെ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടാതിരിക്കാനും പറ്റും. അന്നേ അതാ ചെയ്തത്. ഒരു പ്രാവശ്യം പറഞ്ഞു, പിന്നെ അവളുടെ മുഖം വാടിയതില്ല. കാരണം ആ ബന്ധത്തിൻ്റെ അഗാധതയാണ് അതിന് കാരണം. അതിന് ക്വയറ്റ് വളരെ നല്ലതായിരിക്കും. അവസാനമായി സബ്മിഷൻ. സമ്പൂർണ്ണമായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാനും പറ്റണം. അതിനുശേഷം ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അഡോറേഷൻ, കൺഫെഷൻ, താങ്ക്സ് ഗിവിങ്, സപ്ലിക്കേഷൻ, സബ്മിഷൻ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്നലെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതിന് തുടർച്ചയായി ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഇനി നമ്മൾ അടുത്തൊരു 20 മിനിറ്റ്സ്, ഹാർഡ്ലി 20 മിനിറ്റ്സ് ക്വയറ്റ് ടൈം ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ പാസേജ് മത്തായി സുവിശേഷം 6-ാം അധ്യായം. മനുഷ്യർ കാണേണ്ടതിന് അതിൻ്റെ വായിക്കേണ്ട, മേഴ്സി വായിക്കേണ്ട, നമുക്ക് നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ചാൽ മതി. വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ കൂടത്തേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെ പ്രോസസ്സ് ചെയ്യാൻ പോവുകയാണ്. ഒന്നാമതായിട്ട് നമ്മളെ മൊബൈലൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഹൃദയത്തെ ഒന്ന് എല്ലാവരും ഒരുമിച്ച് നമ്മളെ ക്വയറ്റ് ടൈം ചെയ്യാൻ പോവുകയാണ്. ഹൃദയത്തെ ഒന്ന് ശാന്തമാക്കുക. കണ്ണുകളടയ്ക്കേണ്ടവർക്ക് കണ്ണുകളടയ്ക്കാം, തലകുനിച്ചിരിക്കേണ്ടവർ തലകുനിച്ചിരിക്കാം. ബാക്കിയെല്ലാം വ്യാകുലതകൾ നമ്മൾ മാറ്റിവെക്കുകയാണ്, ആശങ്കകളെല്ലാം മാറ്റിവെക്കുകയാണ്. ഹൃദയത്തെ, മനസ്സിനെ നമ്മളൊന്ന് ശാന്തമാക്കുകയാണ്. വളരെ നിശബ്ദമായി നമ്മൾ ഗാനം പതുക്കെ പാടുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ നിന്നോടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു. നീ നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നമ്മൾ മെഡിറ്റേഷൻ തുടങ്ങുകയാണ്. ഹൃദയത്തിൽ നാം പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥിക്കാം. പിച്ചു പ്രാർത്ഥന 30 സെക്കൻഡ് മാത്രം. ബൈബിൾ എടുക്കാം. ആ പാസേജ് നിങ്ങൾക്ക് വായിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം, അതിൻ്റെ 10 മുതൽ അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ. ബൈബിൾ കരങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ വായിക്കാം, പക്ഷേ നിങ്ങൾ തന്നെ സ്വയമായിട്ട് വായിക്കണം. ഞാൻ വളരെ സ്ലോ ആയിട്ട് വായിക്കാം. ഞാൻ വായിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. കയ്യിൽ ബൈബിളുള്ളവർ അതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിൻ്റെ രാജ്യം വരണമേ. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കലിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിൻ്റെ രാജ്യം വരണമേ. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കലിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിൻ്റെ രാജ്യം വരണമേ. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കലിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കഴിഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ആ വചനഭാഗം നിങ്ങൾക്ക് 4 ചോദ്യങ്ങളിലൂടെ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. എന്തെങ്കിലും ദൈവത്തിന് നന്ദി പറയാനുണ്ടോ എന്നും, അനുസരിക്കേണ്ടത് എന്തെങ്കിലും കൽപ്പനകളുണ്ടോ എന്നും, പാപങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഓർമ്മ വരുന്നുണ്ടോ എന്നും, എന്തെങ്കിലും എനിക്കായുള്ള ദൈവ വാഗ്ദത്തങ്ങളുണ്ടോ എന്നും 5 മിനിറ്റ് ചിന്തിക്കാം. നിങ്ങൾക്ക് ചിന്തിക്കുകയും എഴുതി വെക്കുകയും ചെയ്യാം.
1 മിനിറ്റും കൂടെ തരാം. ഞാൻ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ആരെങ്കിലും 1-2 പേര് വന്ന് നിങ്ങൾ ധ്യാനിച്ചത് പറയാനായിട്ട് അവസരം തരണമെന്നുണ്ടായിരുന്ന സമയത്തിൻ്റെ കുറവ് മൂലം അത് പറ്റത്തില്ലല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവമേ, നീ സ്വർഗത്തിലാണ് വസിക്കുന്നത്. എല്ലാം നന്നായി കാണുന്നവനാണ് നീ. ഒന്നും നിൻ്റെ സന്നിധിയിൽ നിന്ന് മറച്ചു വയ്ക്കാൻ എനിക്ക് കഴിയില്ല. ഞങ്ങളുടെ പിതാവേ, എനിക്ക് സ്വയമായി പ്രാർത്ഥിക്കാൻ കഴിയില്ല. എൻ്റെ സഹോദരനെ കൺസിഡർ ചെയ്യാതെ, എൻ്റെ സഭയെ ഓർക്കാതെ സ്വയമായി എനിക്കൊരു പ്രാർത്ഥനയില്ല. നീ ഞങ്ങളുടെ പിതാവാണ്. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. നിൻ്റെ രാജ്യം വരണം. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. നിൻ്റെ നാമത്തിനും നിൻ്റെ രാജ്യത്തിനും നിൻ്റെ ഇഷ്ടത്തിനും വിരോധമായി ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുത്. നിൻ്റെ നാമത്തിനും നിൻ്റെ രാജ്യത്തിനും നിൻ്റെ ഇഷ്ടത്തിനും മഹത്വം വരുത്തുന്നതല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുത്. എനിക്ക് ആവശ്യമുള്ള ആഹാരമേ തരാവൂ. അധികം തന്നാലും ഞാൻ നിഗളിക്കില്ല. ആവശ്യത്തിനുള്ള തന്നാൽ ഞാൻ തൃപ്തനായിരിക്കും. അന്നന്ന് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് തരണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. കർത്താവെ, പലരോട് ഇപ്പോഴും ക്ഷമിച്ചിട്ടില്ല. ക്ഷമിക്കാൻ കഴിയാതെ വണ്ണം മുറിവുകൾ ആഴത്തിലുണ്ടെങ്കിലും ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നീ ക്ഷമിക്കണമെങ്കിൽ ക്ഷമിച്ചേ പറ്റുള്ളല്ലോ. അതിനുള്ള കൃപ തരണം. ഞാൻ ക്ഷമിക്കുന്നു. ഞങ്ങളെ പരീക്ഷയിൽ കടത്താത്ത ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. പ്രലോഭനങ്ങൾ നിറഞ്ഞ ജീവിതമാണ്. മനസ്സും കണ്ണും ചെവികളൊക്കെ പാളിപ്പോകാൻ ഏറെ സാധ്യതകളുണ്ട്. മനുഷ്യനാണ് ഞാൻ, വെറും സാധാരണ മനുഷ്യൻ. നിൻ്റെ കൃപയ്ക്കായി ഞാൻ യാചിക്കുന്നു. പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ വണ്ണം നിൻ്റെ കൃപയിൽ എന്നെ നീ കാക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാണ്. സകല നിയന്ത്രണവും സകല ബലവും സകല മഹത്വവും നിൻ്റേതായതുകൊണ്ട് ഒരിക്കലും ഞാൻ നിൻ്റെ മഹത്വം എടുക്കില്ല. ഒരിക്കലും ഞാൻ അഹങ്കരിക്കില്ല. കാരണം രാജ്യവും ശക്തിയും മഹത്വവും നിൻ്റേത് മാത്രമാണ്. മനുഷ്യരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്വനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. കർത്താവ് നീ രണ്ടാമതും പറയുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഓർപ്പിക്കുകയാണ്, ക്ഷമിച്ചില്ലെങ്കിൽ ഞാനും ക്ഷമിക്കില്ല. വീണ്ടും പറയുകയാണ്, ക്ഷമിച്ചില്ലെങ്കിൽ ഞാനും ക്ഷമിക്കില്ല. ഇത്രമാത്രം അഗാധമായി ആഴമായി നീ എന്നോട് സംസാരിക്കുന്നു. ക്ഷമിക്കുവാൻ കൃപ തരണം. ഞാൻ ക്ഷമിക്കുന്നു. ഇങ്ങനെയൊരു മെഡിറ്റേഷനാണ് ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവസാനമായൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയോട് കൂടി അവസാനിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങളും കൂടെ പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. എങ്കിലും പറഞ്ഞ ഫോർമാറ്റിൽ ഞാൻ പ്രാർത്ഥിക്കാം. സർവശക്തനും സകല ചരാചരങ്ങളുടെയും ഉടമസ്ഥനായ ഞങ്ങളുടെ കർത്താവേ, നിൻ്റെ മഹാകരുണയ്ക്ക് മുൻപിൽ ഞങ്ങളൊന്നുമില്ലാത്തവരാണ്. നിൻ്റെ മഹത്വത്തിൻ്റെ മുൻപിൽ, നിൻ്റെ വിശുദ്ധിയുടെ മുൻപിൽ നിൽപ്പാൻ യാതൊരു യോഗ്യതകളുമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നീ ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായി നന്ദി പറയുന്നു. നീ തന്ന പാപക്ഷമയ്ക്കായി, നീ തന്ന ജീവിത സൗകര്യങ്ങൾക്കായി, നീ തന്ന ദുഃഖങ്ങൾക്കായി പോയും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. ക്ഷമിക്കാത്തൊരു മനസ്സ് എന്നിൽ നിന്ന് മാറ്റുമാറാകണമേ. നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തോടെ തിരുമുമ്പിൽ നിൽപ്പാൻ എന്നെ സഹായിക്കണമേ. ഇന്ന് പകൽ ശാരീരികമായ സൗഖ്യവും ആരോഗ്യവും യാത്രയിൽ നിൻ്റെ സാന്നിധ്യവും തന്ന് ഞങ്ങളെ അടിയനെ സഹായിക്കണമേ.
സമ്പൂർണ്ണമായി നിൻ്റെ ഇഷ്ടത്തിനായി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ദിവസം മുഴുവൻ സമ്പൂർണ്ണമായി ഞാൻ എന്നെ, എൻ്റെ കുടുംബത്തെ നിൻ്റെ ഇഷ്ടത്തിനായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുനാമത്തിൽ തന്നെ. ഇതായിരിക്കണം ഒരു ക്വയറ്റ് ടൈമിൻ്റെ ഏകദേശ രൂപം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് ജീവിതത്തിൽ എന്നും തുടരുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഒരു ദിവസമൊക്കെ വിട്ടുപോയെങ്കിൽ യാത്രയിലാണെങ്കിൽ ബുദ്ധിമുട്ട്, അതിനെക്കുറിച്ച് കുഴപ്പമൊന്നുമില്ല. ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കുമാറാട്ടെ. വലിയൊരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.